ഹലോ ബ്ലൂംസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന പുതിയൊരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ലാക്മേയുടെ സൺസ്ക്രീൻ ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ലാക്മേയുടെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർ ഈ ലാക്മേയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടാകും. കാരണം അറ്റ് ഫസ്റ്റ് ഭയങ്കര അഫോർഡബിളും ആയിരുന്നു. പക്ഷേ വൈറ്റ് കാസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യമൊക്കെ ലാക്മേയുടെ സൺസ്ക്രീൻ എനിക്ക് തോന്നുന്നു യെല്ലോ പാക്കേജിങ്ങിലായിരുന്നു അത് വന്നിട്ടുണ്ടായിരുന്നത്. ആ യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് മാറ്റി വെക്കും. ഒരു വട്ടം യൂസ് ചെയ്യും, മാറ്റി വെക്കും. പിന്നെ വീണ്ടും ഒരു 3 years ബാക്ക് ഞാൻ ഒരെണ്ണം കൂടി പർച്ചേസ് ചെയ്തു. വീണ്ടും അത് ഒരു വട്ടം യൂസ് ചെയ്ത് വൈറ്റ് കാസ്റ്റ് ഉണ്ട് അവിടെ തന്നെ കൊണ്ടുവച്ച്. അപ്പോൾ അതുപോലെയാണ് എൻ്റെ ലാക്മേയുടെ സൺസ്ക്രീൻ്റെ യൂസ് ചെയ്യല്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമല്ലാത്തൊരു ബ്രാൻഡായിരുന്നു ലാക്മേ, ഭയങ്കര വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട്. പക്ഷെ ഇപ്പോൾ അവർ പുതിയ വേരിയൻറ്റ്സ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ജെൽ ഇൻവിസിബിൾ എന്ന് പറഞ്ഞിട്ടും സൂപ്പർ മാറ്റ് എന്ന് പറഞ്ഞിട്ടും അവർ വേരിയൻറ്റ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടും ട്രൈ ചെയ്ത് നോക്കി. സൂപ്പർ മാറ്റും ട്രൈ ചെയ്ത് നോക്കി, ജെൽ ഇൻവിസിബിളും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റിവ്യൂ പറയാൻ വന്നേക്കുന്നത് ലാക്മേയുടെ സൺ എക്സ്പെർട്ട് സൂപ്പർ മാറ്റ് സൺസ്ക്രീൻ്റെ റിവ്യൂ പറയാനായിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് 50 PA ++ ഉണ്ട് ഇതിൽ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 339 ആണ്. അഫോർഡബിൾ ആണ്, കുഴപ്പമില്ല. അത്ര വലിയ റേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ അഫോർഡബിൾ ആണ്. അതിനുള്ള ക്വാണ്ടിറ്റിയും ഇതിലുണ്ട് കേട്ടോ. പിന്നെ ഇത് ഓൾമോസ്റ്റ് എൻ്റെ ഇത് തീരാറായി. കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഈ ഒരു സൺസ്ക്രീൻ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വൈറ്റ് കാസ്റ്റ് ഇല്ല, ഓയിലി അപ്പിയറൻസ് ഇല്ല, ഗ്രീസി ടെക്സ്ചർ ഇല്ല, സ്റ്റിക്കിനെസ് ഇല്ല. നല്ലൊരു സൺസ്ക്രീൻ ആട്ടോ. എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഞാൻ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇത് തീരാറായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് നല്ല സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്, സ്വെറ്റിങ് കുറവാണ്. എല്ലാം കൊണ്ട് നോക്കുമ്പോൾ ഈ ഒരു സൺസ്ക്രീൻ നല്ല വർത്താണ്. കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്, ഓയിലി അപ്പിയറൻസ് ഇല്ല, വൈറ്റ് കാസ്റ്റ് ഇല്ല, പിന്നെന്താ സ്റ്റിക്കിനെസ് ഇല്ല, ഗ്രീസിനെസ് ഇല്ല, സ്വെറ്റിങ് ഇല്ല. സോ അതുകൊണ്ട് നല്ലൊരു സൺസ്ക്രീനാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് ഒരു ക്രീമി ടെക്സ്ചർ, എല്ലാ സൺസ്ക്രീനുള്ള പോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് തീരാറായി ക്രീമി ടെക്സ്ചറാണ് ഇതിന് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചർ തന്നെയാണ്. എല്ലാ സൺസ്ക്രീനിൻ്റെ പോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറാണ് ഇത് വന്നിട്ട്. ഇത് നമ്മൾ ഈസിലി ബ്ലെൻഡ് ഔട്ട്, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവും വിത്തൗട്ട് വൈറ്റ് കാസ്റ്റ്. കണ്ടോ, വൈറ്റ് കാസ്റ്റ് ഇല്ല, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന ഒരു സൺസ്ക്രീനാണ്. നല്ല സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൺസ്ക്രീൻ തന്നെയാണ്. നമുക്ക് സ്വെറ്റിങ് ഒരു പ്രശ്നമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ലാക്മേയുടെ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. കാരണം സൂപ്പർ മാറ്റ് ഫിനിഷ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും മാറ്റ് ഫിനിഷ് ഇല്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് തോന്നിയെന്നുള്ളത്. അടിപൊളി സൺസ്ക്രീനാണ്. ആർക്കെങ്കിലും അഫോർഡബിൾ ആയിട്ട് സൺസ്ക്രീൻ വേണം, അതായത് ഇപ്പോൾ ആപ്പിക്കോടെ സൺസ്ക്രീൻ മേടിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും, എല്ലായിടത്തും കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ് ലാക്മേയുടെ സൺസ്ക്രീൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി മേടിക്കാൻ, കാരണം അത്രയും സൂപ്പർ വർത്ത് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. യെസ്, അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ ലാക്മേയുടെ റിവ്യൂ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.